കഴിഞ്ഞ 10 ദിവസമായിട്ട് ഞാൻ എൻ്റെ നാത്തൂൻ്റെയും അളിയൻ്റെയും ക്വാർട്ടേഴ്സിലാണ് ഉണ്ടായിന്. ഇവിടെ വന്ന് ഇടുത്തി തണുപ്പലായിട്ടൊന്ന് സെറ്റായിട്ടാകുമ്പോൾ ഉണ്ണിയാൻ്റെ അടുത്തേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ആ സുദിനം വന്നെത്തി. ഞാനിപ്പോൾ ഇതാ ഉണ്ണിയാൻ്റെ അടുത്തേക്ക് പോകുന്നു, അതായത് ശ്രീനഗറിലേക്ക് പോകുന്നു. ഞാൻ മാത്രമല്ല, ഞങ്ങൾ ഫാമിലി എല്ലാവരും പോകുന്നുണ്ട്. ഇതാണ് എൻ്റെ 2 മക്കൾ, കുഞ്ഞും പൊന്നും. ഇതാണ് എൻ്റെ ഏച്ചി, അതായത് എൻ്റെ നാത്തൂനാണ്. ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. പോയ അതേ വേഗത്തിൽ നമ്മൾ തിരിച്ചു വന്നിന്. പെട്ടി നോക്കി നോക്കുമ്പോഴത്തേക്ക് 20 കിലോയിൽ മേലെ. വേഗം തിരിച്ചു വന്ന് ഷഡ്ഡപടയെന്ന് പെട്ടി മാറ്റി ഏട്ടൻ്റെ ഒരു പെട്ടീൻ്റെ അകത്ത് ഇട്ടിട്ട് കൊണ്ടുപോയി. എന്നിട്ട് 3 കിലോ അധികമായിരുന്നു. ഏകദേശം 10:45 ഞങ്ങൾ എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. വളരെ ചെറിയൊരു എയർപോർട്ട് ആണെങ്കിലും ഭയങ്കര തിരക്കായിരുന്നു. വണ്ടി വർക്ക് ചെയ്യാൻ പോയ സമയം നോക്കിയിട്ട് ഞങ്ങൾ ലഗേജ് എല്ലാം എടുത്തിട്ട് എയർപോർട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിന്. കുട്ടിയാണ് കണ്ടപ്പുറം വരുന്നതെന്ന് അറിയുന്ന ആ വിവാദമായ 2ാമത്തെ പെട്ടിയാണ് ഇത്. ഈ നീല ബാഗിട്ട ഏച്ചിയാണ് അമാൻഡ. ആ ഏച്ചി ഇല്ലായിരുന്നെങ്കിൽ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ഞാൻ പെട്ടുപോയതിനെ, കാരണം എനിക്ക് ഹിന്ദി അറിയില്ലായിരുന്നു. പിന്നെ അവരോടുള്ള യാത്ര പറഞ്ഞിട്ട് വേഗം ഞാൻ ആടുന്ന് പോയി. പിന്നെ അവരും അവിടെ നിന്നിട്ടില്ല. എയർപോർട്ടിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാ ക്യൂവിൻ്റെ അവസാനം പോയി നിന്ന് ഞാൻ 12 മണിൻ്റെ ഫ്ലൈറ്റിന് നിനക്ക് പോകണമെങ്കിൽ വേഗം മുമ്പ് പോയി നിന്നു എന്നിട്ട് ആ ഏച്ചിയാണ് എന്നെ കൊണ്ടാക്കി. ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും 50 മിനിറ്റോളം ഫ്ലൈറ്റ് ലേറ്റ് ആയിന്. ലേറ്റ് മാത്രമേ ആവാത്തൂ എന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചിട്ട് ഞാൻ അവിടെ തന്നെ ഇരുന്നു. ഇൻഡിഗോ ആയതുകൊണ്ട് ഒന്നും പറയാൻ കഴിയില്ല. പിന്നെ ഫ്ലൈറ്റ് വന്ന് ഞങ്ങൾ വേഗം കയറി. ഫ്ലൈറ്റിൽ കയറിയിട്ട് ഞാൻ ഇരിക്കുന്ന ഇരുത്തെല്ലാം കണ്ടാത്തൊന്നും ഭയങ്കര കോൺഫിഡൻസാണ്, നല്ല വടി ഉണ്ടായിന്. അരമണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ ലാൻഡ് ചെയ്തിട്ടുണ്ടായിന്. ഫ്ലൈറ്റിലെ വീഡിയോസ് എല്ലാം പുറകെ വരും. പിന്നെ ഞാൻ എയർപോർട്ടെല്ലാം ഒന്ന് കണ്ട് അപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വിളിച്ചു. പിന്നെ ഞാൻ ഉണ്ണിയേട്ടൻ കാണാനുള്ള തിരക്കിൽ പുറത്തേക്ക് ഓടി. ഉണ്ണിക്കുട്ടനാഥൻ കണ്ണിയും കാത്ത് പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിനി. ഓനിന്ന് ഡ്യൂട്ടി ഓഫ് എടുക്കുമായിരുന്നു. ഇപ്പം നമ്മളെ ചെറിയ സ്നേഹപ്രകടനങ്ങളെല്ലാം ഇപ്പം ഞാൻ ശ്രീനഗറിലെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ശ്രീനഗറിലെ വിശേഷങ്ങളെല്ലാം കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഗായ്സ്, ബൈ.